മനസ്സിലാക്കി. നമ്മുടെ ഇവിടെ വരുന്ന പേരൻസിൻ്റെ മെയിനായിട്ടുള്ളൊരു ഡൗട്ടാണ്. അവർ കുട്ടികൾക്കാണ് ട്രീറ്റ്മെൻറ്റായിട്ട് വരുന്നത്. പക്ഷേ ആ ഫുഡ് കൺട്രോൾ പേരൻസിനും കൂടെ ബാധകമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അവർക്കത് അതെന്തിനാണ് അങ്ങനെ ഒരു കൺട്രോൾ കുട്ടികൾക്കും ഒപ്പം തന്നെ പേരൻസിനും കൂടെ അത് പോകുന്നത്? ശരി, നമുക്ക് ഇവിടെ വരുന്ന പലരും ഫസ്റ്റ് പറയാറുണ്ട്, കുട്ടിക്ക് ചികിത്സയ്ക്ക് വരുന്നു, അപ്പോൾ കുട്ടിക്ക് നിങ്ങൾ നോക്കിയാൽ മതി, ഞങ്ങളുടെ കാര്യത്തിൽ നോക്കണ്ട, നമ്മളിവിടെ ചായയൊന്നും കൊടുക്കില്ല, ജാപ്പിയാണ് കൊടുക്കുക, അപ്പോൾ ഞങ്ങൾക്കൊരു ഗ്ലാസ് ചായ കുടിച്ചാൽ കൊള്ളാം എന്ന് പറയാറുണ്ട്. അപ്പോൾ നമുക്ക് ചായ ഉണ്ടാക്കി കൊടുക്കുന്നതിലോ അല്ലെങ്കിൽ അതിൻ്റെ എഫേർട്ടിനേക്കാൾ ഉപരി നമ്മളൊരു ഫാമിലി ഓറിയൻ്റായിട്ടാണ് ഇത് പോകേണ്ടത്. പലപ്പോഴും സംഭവിക്കുന്നത്, കുട്ടിക്ക് നമ്മൾ ഡയറ്റൊക്കെ പറഞ്ഞു കൊടുക്കുന്നു, നമ്മളത് പാലിക്കാൻ പറ്റിയില്ലെങ്കിൽ, മീൻസ് ആസ് എ പേരൻ്റ് നമുക്ക് നമ്മുടെ ഒരു ഇൻപുട്ട് കുറച്ചുണ്ടാവണം. നമുക്കൊരു സാധനം സാക്രിഫൈസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരിക്കലും നമ്മൾ ഒരാളെ ഉപദേശിക്കാൻ ഏബിൾ അല്ല എന്ന് പറയും. അപ്പം അങ്ങനെ ഉപദേശിക്കണമെങ്കിൽ നമുക്കും സാക്രിഫൈസ് ചെയ്യാൻ പറ്റണം. നമുക്ക് എന്താ സാക്രിഫൈസ് ചെയ്യാൻ പറ്റുക? നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങൾ, അതിൽ 1-2 സാധനങ്ങളാണ് ഈ ചായ, കാപ്പി. എസ്പെഷ്യലി നമുക്ക് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്നവർക്ക് കാപ്പി ഭയങ്കര അഡിക്റ്റാണ്. അപ്പം അവർക്കും അത് ഉപേക്ഷിക്കാൻ പറ്റണം. അത് ഒന്നാമത്തെ കാര്യം. 2, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മുടെ വീട്ടിലായാലും നമുക്ക് ഒരു സാധനം ഉണ്ടാക്കി തരുന്ന ആൾക്കാർ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ആഹാരങ്ങൾ വേറെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും തോന്നുക? ഒന്ന്, ആ കഴിക്കണവരോട് നമുക്കൊരു ദേഷ്യം തോന്നും. 2, ആ സാധനം എങ്ങനെയെങ്കിലും നേടിയെടുക്കണം എന്നുള്ളൊരു ക്രേവിങ് ഉണ്ടാവും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി പല വീട്ടുകളിലും സംഭവിക്കുന്നത്, തുടക്കകാലത്ത് നമ്മളിങ്ങനെ കുട്ടിക്ക് ഇങ്ങനെയൊക്കെ വേണമെന്ന് പറയുമ്പം പിന്നീട് ഫോളോ അപ്പിന് വരുമ്പം പേരൻസ് പറയാറുണ്ട്, അവൻ ആ ഡയറ്റാണ് ഡോക്ടറെ, അവന് ഞങ്ങൾ സെപ്പറേറ്റ് ഉണ്ടാക്കി കൊടുക്കും. ഞാൻ പറയണത് അത് ഏറ്റവും വലിയ ദോഷമാണ്. കാരണം അങ്ങനെ സെപ്പറേറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നത് വഴി നമ്മൾ അവനിൽ ഒരു ബിഹേവിയർ ഇഷ്യൂ കൂടെ ഉണ്ടാക്കുക ചെയ്യുന്നത്. അവന് ക്രേവിങ് ഉണ്ടാവും, നിങ്ങളോട് ദേഷ്യം ഉണ്ടാവും, സെൽഫ് ഹാമിങ് ഉണ്ടാവും. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ ഡയറ്റ് എന്ന് പറയുന്നത് ദ ഫാമിലി ഡയറ്റ് എന്ന് പറയും. ഇപ്പോൾ ഒരു കുട്ടി എ എന്ന് പറയുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ എ എന്ന് പറയുന്ന കുട്ടിയുടെ ഫാമിലി ഡയറ്റാണ്. അത് നമ്മൾ മാക്സിമം ഒരു കൊല്ലം 1.5 കൊല്ലത്തേക്കാണ് പറയുക. ഇതിനുള്ളിൽ തന്നെ നമ്മളൊരു 6 മാസത്തിനുള്ളിൽ പല സാധനങ്ങളും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോഴും പേരൻസിന് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്ന് ഫോളോ അപ്പ് ചെയ്യാനായിട്ടും ആ കുട്ടി അത് ഫോളോ ചെയ്യാനായിട്ടും ഒരു ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ് പേരൻസ് ഉൾപ്പെടെ ഇത് മാറുക എന്നുള്ളത്. പിന്നെ പലപ്പോഴും ഞാൻ പറയാറുണ്ട്, പേരൻസ് ഒരിക്കലും ഒരു മോട്ടിവേറ്റർ ആവരുത്. പല പേരൻസും മോട്ടിവേറ്റേഴ്സാണ്. അതായത് നീ അത് കഴിക്കരുത്, നീ ഇത് കഴിക്കരുത്, ഇതൊക്കെ ഭയങ്കര മോട്ടിവേഷൻ കൊടുക്കും. എപ്പോഴും പേരൻസ് ഇൻസ്പയറേഴ്സ് ആവണം എന്ന് പറയും. അതായത് അവർ വീട്ടിലങ്ങനെ ചെയ്ത് കാണിക്കുക. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ അടുത്തൊരു ഉപദേശം കൊടുക്കുന്നത്, കുട്ടി കഴിക്കുക എന്ന് പറഞ്ഞിട്ട് പുറകെ നടക്കണ്ടെന്ന് പറയും. അതിന് പകരം നിങ്ങൾ അവിടുന്ന് പ്ലേറ്റിലെടുക്കുക, നിങ്ങൾ വന്നിരുന്ന് കഴിക്കുക. നിങ്ങൾ കഴിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്നതിൻ്റെ കൂടെയോ കുട്ടി ചോദിക്കുകയാണെങ്കിൽ കുട്ടിക്ക് കൊടുക്കാം. നമ്മൾ പലപ്പോഴും വീട്ടിൽ ചെയ്യുന്നത്, കുട്ടിയുടെ പുറകെ നടക്കും കഴിപ്പിക്കാനായിട്ട്. ഇതുവരെ ഒരു കുട്ടിയും അതിൽ വീണിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വാഗ്ദാനങ്ങൾ കൊടുക്കണം, പശുവിനെ കാണിക്കാം, കാക്കയെ കാണിക്കാം, അല്ലെങ്കിൽ കഴിച്ചാൽ ഇന്നടത്ത് കൊണ്ടുപോകാം, ഇതിലല്ലാതെ കുട്ടി വീഴാറില്ല. അപ്പോൾ ഒരിക്കലും പേരൻസ് ഷുഡ് നോട്ട് ബി എ മോട്ടിവേറ്റർ, ദേ ഷുഡ് ബി എ ഇൻസ്പയർ. ഈ 2 കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈവൻ പേരൻസിന് പോലും നമ്മൾ അങ്ങനെ ഒരു പ്രോട്ടോകോൾ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതുവഴി അവരും സാക്രിഫൈസ് ചെയ്യുന്നു. കുട്ടി എന്താ കാണുന്നത്? കുട്ടി കാണുന്നത് എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ ഇത് തന്നെയാണ് ചെയ്യുന്നത്. സോ ഇംപ്ലിമെൻറ്റേഷൻ വിൽ ബി വെരി ഈസി. ഈ 2 ഉദ്ദേശമാണ് ഉള്ളത്.